കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലെ സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗം നമ്മൾക്ക് വായിക്കുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരണം എന്നുള്ളതാണ്. സ്വർഗസ്ഥനായ പിതാവ് എപ്രകാരമാണോ പരിപൂർണനായിരിക്കുന്നത്, അതുപോലെ നമ്മൾ ഓരോരുത്തരും പരിപൂർണരായിരിക്കണമെങ്കിൽ അത് വളരെ എളുപ്പമുള്ള ഒരു പണിയല്ല. കാരണം കരുണാമയനായ ദൈവം എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുകൂടി ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ, കരുണാമയനായ ദൈവം എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. പിതാവായ ദൈവം അവൻ ശിഷ്ടരാണോ ദുഷ്ടരാണോ എന്ന് നോക്കുന്നില്ല, നീതിമാനാണോ നീതിരഹിതനാണോ എന്ന് നോക്കുന്നില്ല, മറിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട് സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവർക്കും ഒരുപോലെ എല്ലാം ചെയ്തു കൊടുക്കുന്നവനാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ, അത് ഏറ്റെടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പിതാവായ ദൈവത്തിൻ്റെ മക്കളാക്കണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യേശു അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് പറയുന്നത് യഹൂദർ എപ്പോഴും അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞത് വളച്ചൊടിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 18-ാം തിരുവചനത്തിലാണ് അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഴയ നിയമപുസ്തകത്തിൽ പറയുക. അപ്പോൾ അയൽക്കാരനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അയൽക്കാരനുമായി എല്ലാം പങ്കിടുവാനുള്ള വിളി സ്വീകരിച്ചവനാണ്. കാരണം അവനെ സംബന്ധിച്ച് അയൽക്കാരനെ തന്നെപ്പോലെ തന്നെ കാണണം, അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ അവനെ സഹായിക്കണം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് അവരുടെ ജീവിതയാത്രകളിൽ അവർ ആ നിയമത്തെ മറക്കുന്ന കാഴ്ചയാണ്. പിന്നെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നതിനെക്കുറിച്ചായി ചർച്ചകൾ. കാരണം അവരുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ വളർന്നു വന്നപ്പോൾ എല്ലാവരെയും അതുപോലെ സഹായിക്കുവാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ അയൽക്കാരൻ ആരാണ് എന്ന ഒരു ചിന്ത വളരുകയും തങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ് തൻ്റെ അയൽക്കാരൻ, മറ്റുള്ളവരെല്ലാം തങ്ങളുടെ ശത്രുക്കളായിട്ട് അവർ കരുതുകയും, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരമുണ്ടാകുന്നവർ മാത്രമാണ് തങ്ങളുടെ അയൽക്കാർ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് യഹൂദരെല്ലാം കടന്നു വന്നു.
അതുകൊണ്ട് തന്നെ തങ്ങളെ എതിർക്കുന്നവരെയെല്ലാം തങ്ങളുടെ ശത്രുപക്ഷത്തായി കണ്ടുകൊണ്ട് അവരെ നശിപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് അവർ മാറി. ഇതെല്ലാം അറിയാവുന്ന കർത്താവ് അവരെ പോലെ തന്നെ ഒരു യഹൂദനായ വ്യക്തി തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുകയോ ശത്രുക്കളെ ദേഷിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, അതുപോലെ തന്നെ തങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇന്ന് ഈ ഒരു കൽപ്പന ഏറ്റെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമുക്ക് എതിരെ എപ്പോഴും മോശമായി സംസാരിക്കുന്നവർ, നമ്മുടെ ദ്രോഹം മാത്രം കാണുന്നവർ, അങ്ങനെയുള്ള വ്യക്തികളെ സ്നേഹിക്കുവാൻ കർത്താവ് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അങ്ങനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കാറില്ല. നമ്മൾ അവരുടെ നാശം മാത്രമായിരിക്കും കാണുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ നിങ്ങൾ ഒരിക്കലും അവർക്കെതിരെ ശാപവാക്കുകൾ ഉരിയില്ല. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് പൗലോസ് ശ്ലീഹായും തന്നെ കേൾക്കുന്നവരോട് പറഞ്ഞു കൊടുക്കുന്നത്. ഒരിക്കലും അവർക്കെതിരെ ശാപവാക്കുകൾ ഉരിയാടരുത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ശത്രുക്കൾ നശിച്ചു കാണണമെന്ന് മാത്രമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുക. നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമുക്ക് അവരോട് വെറുപ്പാണ്. അവർ എങ്ങനെയെങ്കിലും നശിച്ചു കാണണം, ദൈവമേ അവരെ നശിപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ശാപവാക്കുകൾ പറഞ്ഞും കുത്തുവാക്കുകൾ പറഞ്ഞും എങ്ങനെയും അവരെ മറ്റുള്ളവരുടെ മുമ്പിൽ തരം താഴ്ത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് കർത്താവ് നമ്മളോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു കൽപ്പന: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകും എന്ന് മാത്രമല്ല, ആ പിതാവ് എങ്ങനെയാണോ പരിപൂർണനായിരിക്കുന്നത് ആ പരിപൂർണതയിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറയണം. ദൈവം മറ്റുള്ളവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നത് പോലെ എല്ലാവരെയും ഒരുപോലെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കണം. വേർതിരിവില്ലാതെ എല്ലാവരുടെയും അനുഗ്രഹമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് എപ്പോഴാണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്, മറ്റുള്ളവരെ സ്നേഹത്തിൽ ഒന്നായി നിലനിർത്തുമ്പോഴാണ്. ഇന്ന് ഈ ദീപബലിയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.